പുരുഷന്മാരിൽ സമനകത്ത് വരുന്ന പസൽസ്. അപ്പം ലൈംഗികമായിട്ട് വളരെ രീതിയിൽ പോകുന്ന ആളുകൾക്കും ചിലപ്പം ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ വരാറുണ്ട്. അപ്പം ലൈംഗികത്തിലൂടെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാം. അപ്പം അല്ലാത്തവർക്കും ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാറുണ്ട്. അതിൻ്റെ ഒരു കാരണം ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രോസ്റ്റേറ്റിനൊക്കെ വരുന്ന പ്രോസ്റ്റൈറ്റിസൊക്കെ അത് ലൈംഗികബന്ധത്തിലൂടെ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ പലവാത സൂക്ഷ്മജീവികളുണ്ട്. ഇവ തമ്മിലൊരു പൊരുത്തപ്പെടലുണ്ട്. അപ്പം നമ്മുടെ ഈ ഭക്ഷണക്രമത്തിൽ വരുന്ന മാറ്റം ഇതെല്ലാം എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സൂക്ഷ്മജീവികൾ തമ്മിലുള്ള ആ ഒരു ബാലൻസിങ്ങിനെ അഫക്റ്റ് ചെയ്യുകയും അത് ഇൻഫെക്ഷനെ പ്രിഡിസ്പോസ് ചെയ്യുകയും ചെയ്യും. അപ്പം ഫ്രീ റാഡിക്കൽ പ്രൊഡക്ഷൻ കൂടുകയും അത് ഉണ്ടാകുന്ന നീർക്കെട്ട് ഇൻഫെക്ഷനെ വഴിതെളിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ നമ്മുടെ ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അമിതമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡുകളുടെ ഉപയോഗം, ജങ്ക് ഫുഡ്സിൻ്റെ ഉപയോഗം, ഇതെല്ലാം നമ്മുടെ കുടലിൻ്റെ അവിടെയുള്ള അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുകയും അത് അവിടെയുള്ള ജെനിറ്റൽ ട്രാക്ട് ഇൻഫെക്ഷനിലോട്ട് വഴിതെളിക്കും. ആ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബീജാണുക്കളെ ഡാമേജ് ചെയ്യും, അണ്ടോൽപാദനത്തിനും വൈകല്യങ്ങളുണ്ടാക്കും. അതുകൊണ്ട് കൊച്ചുകുട്ടികൾക്ക് നമ്മൾ അമിത തൂക്കമോ നമ്മൾ വ്യായാമക്കുറവോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ചെറുപ്പം മുതലേ ഇങ്ങനെ ഉണ്ടാകുന്ന ശീലങ്ങൾ ആ ഭാഗത്തേക്കുള്ള ഇൻഫെക്ഷന് വഴിതെളിക്കും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പം നമ്മുടെ ഭക്ഷണരീതി പാശ്ചാത്യ രാജ്യങ്ങളിലെ ഭക്ഷണരീതിയുമായിട്ട് വ്യത്യാസമാണ്. നമ്മുടെ കുടലിൻ്റെ ഘടന അവരുടെ ഇതുമായിട്ട് വ്യത്യാസമാണ്. പെട്ടെന്ന് നമ്മളൊരു പാശ്ചാത്യ രീതിയിലേക്കുള്ള ഭക്ഷണമാറ്റം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആരോഗ്യ പ്രശ്നം മാത്രമല്ല, പ്രത്യുൽപാദന ശേഷിക്കും പിന്നീട് പ്രശ്നങ്ങളുണ്ടാക്കാം.